നമസ്കാരം. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി മീറ്റ് ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അമ്മമാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ദുബായിൽ മലയാളികളുടെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യുഎഇയിലെ പൊതുവേദിയായ അക്കാഫ് എന്ന സംഘടനയാണ് ഈ കൂട്ടയോട്ടം ഒരുക്കിയത്. ദ ഗ്രേറ്റ് ഇന്ത്യ റൺ 2012 പേരിലാണ് ഈ കൂട്ടയോട്ടം ഒരുക്കിയത്. ഈ വാർത്തയുമായി ഗൾഫ് കവർ സ്റ്റോറി. കേരളത്തിൽ നിന്നുള്ള 50-ലധികം കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യുഎഇ കേന്ദ്രമായ പൊതു കൂട്ടായ്മയാണ് അക്കാഫ്. ഓൾ കേരള കോളേജസ് അലുമിനി ഫോറം എന്ന അക്കാഫ് സംഘടന ഇത് തുടർച്ചയായി 2ാം വർഷമാണ് ദുബായിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ റൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത്. മാതാക്കളെ നിങ്ങൾക്ക് പ്രണാമം എന്ന മുദ്രാവാക്യവുമായി ദുബായ് മംസാർ ബീച്ച് പരിസരത്ത് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ 100 കണക്കിന് പേർ അണിനിരന്നു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഭരണ നേതൃത്വത്തോടുള്ള ബഹുമാനാർത്ഥമായിരുന്നു പരിപാടി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 63ാമത് വാർഷികവും കൂട്ടയോട്ടത്തിന്റെ പ്രധാന സന്ദേശമായിരുന്നു. ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന ഡിഫ്വാക് സംഘടനയുമായി സഹകരിച്ചായിരുന്നു ഈ കൂട്ടയോട്ടം. ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ സഞ്ജയ് വർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. Well, this is the second year for the Great India Run, and everybody associated with the run needs to be congratulated. For one, trying to get Indians out on a weekend to run in the morning is an achievement. Two, to get various Indian associations from different parts of the country together is also a great occasion. Number 3, tying hands with the Dubai Foundation of Women and Children and showing solidarity with our Emirati brothers and sisters is also commendable. So on all accounts, a great event, and I hope it gets bigger every year. മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്, കെ പി ധനപാലൻ എം.പി., ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ കമ്മിറ്റി കൺവീനർ കെ കുമാർ, ദ ഗ്രേറ്റ് ഇന്ത്യ റൺ ബ്രാൻഡ് അംബാസിഡർ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, അക്കാഫ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, പരിപാടിയുടെ ജനറൽ കൺവീനർ അബ്ദുൾ സലാം എന്നിവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി. അമ്മമാർക്ക് പ്രണാമമർപ്പിച്ച ഈ വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദുബായ് ഇന്ത്യ ക്ലബ് ചെയർമാനും ജയ്ഹിന്ദ് ടിവി ഡയറക്ടറുമായ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ പറഞ്ഞു. But I think it's for a great cause. I think it's a privilege, it's an honor to be associated with the Great Indian Run, and I'm positive that it is much bigger than just being the Great Indian Run, because I see so many nationalities here. Dubai is a microcosm and a very cosmopolitan nation, so I see a great representation across nationalities, across cultures assembled here, and it's for a very, very worthy cause, and that's the unification factor. അക്കാഫ് പോലെയുള്ള ഒരു ഇന്ത്യൻ സംഘടന കൂട്ടയോട്ടത്തിൽ പങ്കാളികളാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർഡിനേറ്റർ ഫത്മ ഫലാസി മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. Our partnership with ACAF has been ongoing. It happened last year and it was a great success, and we're very grateful for ACAF for supporting us constantly. And as again they approached us this year, and again they're supporting us amazingly. Like, we did not have any problems at all, and we're very happy to join them on this, and we hope to have the Emirati community with the Indian community during this run. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു പരീക്ഷാടിസ്ഥാനത്തിലായിരുന്നു ഈ അക്കാഫ് ഗ്രേറ്റ് ഇന്ത്യൻ നടത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണവും അതിൽ നിന്ന് ഞങ്ങൾ ആർജിച്ച ഊർജവും ആവേശവുമാണ് ഈ വർഷം 2ാമതും ഇത് നടത്തുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത്. ഇന്ത്യൻ കലകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായി ഈ മരുഭൂമിയെ മാറ്റിക്കൊണ്ടാണ് ദുബായിൽ മലയാളികളുടെ കൂട്ടയോട്ടം ഒരുക്കിയത്. ഇന്ത്യൻ വികാരം നിറഞ്ഞു നിന്ന പരിപാടിയിൽ ഒരേ നിറത്തിലും ഒരേ മനസ്സുമായി വിദേശികളും പങ്കാളികളായി. We were very happy and pleased to see that they were having the Great Indian Race, and we decided to participate amongst all our fellow Indians. So we're excited to be here and do the race today. I'm glad that we didn't drive up here for nothing and we have a race to run. My name is Melanie and I'm from Canada, and it is great. It's a great cause and we're happy to be here to be part of it. So thank you. തീർച്ചയായിട്ടും ഇതൊരു
മഹത്തായ ഒരു കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ജനറൽ കൺവീനർ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നല്ല ആവേശകരമായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ആദ്യം കിട്ടിയതുപോലെയല്ല, കമ്മിങ് ഡേയ്സ് ആയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആൾക്കാർ അതിനെക്കുറിച്ച് അവയർനെസ്, എന്താണോ നമ്മുടെ മെസ്സേജ്, അത് ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഈ കുറഞ്ഞ ദിവസങ്ങളിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിവിധ കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അക്കാഫിന്റെ കൂട്ടയോട്ടത്തിൽ അണിനിരന്നു. കൂടാതെ വിവിധ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയ പ്രതിനിധികളും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. മാ തുജേ സലാം, മാതാക്കളെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രണാമം. അതായിരുന്നല്ലോ അക്കാഫ് ഡെഫാക്കിനു വേണ്ടി നടത്തിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ റണ്ണിന്റെ ടാഗ്ലൈൻ. വളരെയധികം സന്തോഷമുണ്ട്. അക്കാഫ് ഇനിയും ഈ സമൂഹത്തിനു വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ജന്മനാടായ ഭാരതത്തെ പ്രണമിക്കുന്നതിനോടൊപ്പം കർമ്മഭൂമിയായ UAE-യിൽ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിൽ മലയാളികളുടെ നന്ദി അറിയിച്ചാണ് ഈ പഴയ ക്ലാസ്മേറ്റ്സ് വിടവാങ്ങിയത്. ദുബായിലെ വിഷണറി ലീഡർ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അദ്ദേഹത്തിൻ്റെ അക്സഷൻ ഡേയോടനുബന്ധിച്ച് നടത്തിയ ധീരമായൊരു പ്രസ്താവന, മാതാക്കളെ നിങ്ങൾക്ക് പ്രണാമം. സത്യത്തിൽ അത് എല്ലാവരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു വാക്യമായിരുന്നു. കൂട്ടയോട്ടത്തിന്റെ ഈ കാൽപ്പാടുകൾ ആഗോള ചരിത്രത്തിലേക്കുള്ള വലിയ കൂട്ടായ്മയുടെ കാൽവെപ്പായി മാറി.